ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ? കല്യാണ സദ്യകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് സദ്യക്ക് പകരം ബൊഫേ സിസ്റ്റം ആണ് അല്ലെ. നമ്മള് ഒരു എന്തോ വാങ്ങിക്കാനായിട്ട് ചെന്ന് നിൽക്കുന്നത് പോലെ പ്ലേറ്റുമായിട്ട് അവിടെ ഇവിടെയും പോയി നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന അവസ്ഥ. പലർക്കും എവിടെ എന്താണ് കിട്ടണേന്ന് അറിയാൻ പാടില്ല. 1000 എന്താ പറയുക കൗണ്ടറുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ബഹളമയത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ച് എവിടുന്ന് വാങ്ങിക്കണം, എന്ത് വാങ്ങിക്കണം, എങ്ങനെ കഴിക്കണം എന്നൊന്നും അറിയാൻ പാടില്ലാത്ത അവസ്ഥ. പക്ഷെ പണ്ട് കാലത്തെ സദ്യയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ വെൽക്കം ചെയ്ത് നമ്മളൊരു സദ്യയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സീറ്റിംഗ് കാണും. ഇപ്പൊ 50 പേർക്ക് ഇരിക്കാവുന്ന അല്ലെങ്കിൽ 25 പേർക്ക് ഇരിക്കാവുന്ന സീറ്റാണ് അറേഞ്ച് ചെയ്തിട്ടുള്ള. അത്രയും പേരിരുന്നു, അടുത്ത ആൾക്കാർ അടുത്ത പന്തിയിലിരുന്നു, അങ്ങനെ 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 ഇരുന്ന് നമ്മൾക്ക് ഓരോ ഇലയിട്ടു, നമുക്ക് ഓരോ സാധനങ്ങൾ 1 by 1 ആയിട്ട് വിളമ്പി, അതിനുശേഷം നമ്മൾ കഴിക്കാൻ തുടങ്ങി, കറി വിളമ്പി കഴിക്കാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ട്രിപ്പ് ആൾക്കാർ വരികയാണ്. അത് വേണോ, ഇത് വേണോ, കറി ഇത് അവിയൽ വേണോ, തോരൻ വേണോ എന്ന് ചോദിച്ചു വരുന്നു. നമുക്ക് വേണമെങ്കിൽ നമ്മൾ വേണമെന്ന് പറയുന്നു. ചോറിന്റെ ആൾക്കാർ വരുന്നു. അത് കഴിയുമ്പോഴത്തേക്കും അത് ഓരോ സാധനങ്ങൾ വന്ന് പോയി പപ്പടം വരുന്നു, പായസം, പപ്പടവും പഴവും ഒക്കെ ആദ്യം വിളമ്പും, അവസാനം പായസം തരുന്നു. നമ്മൾ പായസം കുടിക്കുന്നു, വീണ്ടും വേണമെങ്കിൽ കഴിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു സദ്യക്ക് പോയാൽ നമ്മൾ വയറ് നിറച്ച് സന്തോഷത്തോടു കൂടി ഭയങ്കര ഒരു എന്താ പറയുക നിറവോടുകൂടി നമ്മൾ പോരുകയാണ് അല്ലെ. അതിനിടയ്ക്ക് വീട്ടുകാരൻ നമ്മളെ കാണാനായിട്ട് വരുന്നു, നോക്കുന്നു. ഇനി ഈ സദ്യ പണ്ടത്തെ കാലത്ത് ഉണ്ടാക്കിയിരുന്നത് എങ്ങനെയാണ്? കല്യാണോ പരിപാടികളോ കയറിത്താമസം എന്തും ആയിക്കോട്ടെ നടക്കുമ്പോൾ, ഇത് 80കളിലും 90കളിലൊക്കെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ദേഹണ്ണക്കാരെ കണ്ടിട്ട് അവർക്ക് ലിസ്റ്റൊക്കെ തരുന്നു. എത്ര പേരെ സദ്യയാണ് ലിസ്റ്റൊക്കെ എഴുതി തരുന്നു. നമ്മൾ സാധനങ്ങളെല്ലാം വീട്ടുകാർ അറേഞ്ച് ചെയ്യുന്നു, ഒരു കലവറ കെട്ടി ഉണ്ടാക്കുന്നു അല്ലെ. നമ്മുടെ വീട്ടിലെ പന്തലിനോട് ചേർന്ന് ഒരു വലിയ കലവറ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് അടുപ്പ് കൂട്ടി, അതൊക്കെ വിളക്കൊക്കെ കത്തിച്ച്, അതൊക്കെ ഭയങ്കര സെറ്റപ്പ് രീതിയിലാണ് അല്ലെ. അത് ഭയങ്കര ആ ഒരു രീതിയിൽ നമ്മൾ കലവറയിൽ നമ്മൾ തീ പിടിപ്പിച്ച് രാത്രി സദ്യ ഉണ്ട്, അതിനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നു. രാത്രിയിൽ ആളുകളെല്ലാം, ചുറ്റുവട്ടത്തുള്ള ആളുകൾ, ബന്ധുക്കളെല്ലാം വന്നിട്ട് ആരും ഇങ്ങനെ പൈസയ്ക്കൊന്നും അല്ല, അവരെല്ലാവരുടെ കൂടിയിട്ടൊരു ആഘോഷമാണ് സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അരിയാൻ കുറെ ആൾക്കാര്, കുക്ക് ചെയ്യാൻ കുറെ ആൾക്കാര്, തേങ്ങ ചിരണ്ടാൻ വേറെ കുറെ ആൾക്കാര്. അന്നൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ട് തേങ്ങയൊക്കെ ഇന്നൊക്കെ നമ്മൾ മിക്സിയിലൊക്കെ പിഴിക്കുന്നതിന് പകരം എന്റെയൊക്കെ കുഞ്ഞിലെ ഞാനൊക്കെ ഓർമ്മയില് തോർത്തുമുണ്ടിന്റെ അകത്തൊക്കെ തേങ്ങ കെട്ടി പിഴിഞ്ഞ് പാലെടുത്ത് അപ്പൊ ഭയങ്കര ആർപ്പും പാട്ടും കലാപരിപാടികളും ഒക്കെ ഉണ്ട് രാത്രിയിൽ ഈ സദ്യയുടെ കൂട്ടായ്മകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഒരു വലിയൊരു യൂണിറ്റിയുടെ ഒരു അടയാളമായിരുന്നു ആ കാലത്തെ സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഓരോ സദ്യകളും ഒരിക്കലും കുറയാൻ പാടില്ല. വീട്ടുകാരനെ സംബന്ധിച്ച് നമ്മളാണ് ഉണ്ടാക്കണേ. നമ്മൾ വെളിച്ചെണ്ണ വാങ്ങിക്കുന്നു, തേങ്ങ വാങ്ങിക്കുന്നു, പച്ചക്കറി വാങ്ങിക്കുന്നു, എല്ലാം നമ്മൾ വാങ്ങിക്കുന്നു അല്ലെ. അപ്പോ ഒരിതിനും കുറവല്ല. ഏറ്റവും ടേസ്റ്റ് ആയിരിക്കണം, ഏറ്റവും രുചികരമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കണം. പക്ഷെ ഇന്ന് കാറ്ററിംഗിലേക്ക് പോയപ്പോഴേക്കും അതെല്ലാം ഒരു ബിസിനസ് സ്റ്റൈലിൽ നമ്മളൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഫീലാണ് പല സദ്യകൾക്കും ഉള്ളത് അല്ലെ. ഇന്ന് പിന്നെ സദ്യ എന്ന് പറയുന്ന സംഭവമേ ഇല്ല. ഞാനൊക്കെ ഒരു സദ്യ കഴിച്ചിട്ട് നാളുകളായി എന്ന് വേണമെങ്കിൽ പറയാം. സദ്യ അല്ലെ, ഇല സദ്യ കഴിച്ചിട്ട്, നമ്മുടെ നാടൻ സദ്യ കഴിച്ചിട്ട്. ഇപ്പോ നമുക്ക് ഉള്ളത് മുഴുവൻ ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇപ്പൊ കൂടുതലും ഈ ഒരു വിരുന്ന് സൽക്കാരങ്ങളിലെല്ലാം നടക്കുന്നത്. നമ്മൾ ചെല്ലുന്നു, അവിടെ ഇവന്റ് മാനേജ്മെന്റുകാരായിരിക്കും അവർ ഏൽപ്പിക്കുന്നത്. അവര് ടൈമിൽ സാധനങ്ങൾ കൊണ്ടുവരുന്നു. നമ്മൾ അഭയാർത്ഥികളെ പോലെ അല്ലെങ്കിൽ എന്തോ ഭിക്ഷക്കാരെ പോലെ നമ്മൾ ചെല്ലുന്നു, സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ക്യൂ നിന്ന് വാങ്ങിക്കുന്നു. ചിലപ്പോൾ സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ചിലപ്പോൾ എന്തൊക്കെ കൗണ്ടറുകൾ എന്തൊക്കെ കിട്ടും, എങ്ങനെയൊക്കെയാണെന്നൊന്നും ചിലപ്പോൾ അറിയാൻ പാടില്ലായിരിക്കും. ചിലരെന്ത് ചെയ്യുന്നറിയാവോ, ഈ സാധനങ്ങൾ ഒന്ന് കുറച്ചെടുത്തു, കഴിക്കാനായിട്ട് എടുത്തു, അത് ഫസ്റ്റിലത്തെ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ചു, പിന്നെ കഴിച്ച ആ വേസ്റ്റ് പ്ലേറ്റുമായിട്ട് പിന്നെ പോയി ക്യൂ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവിടെ നിന്ന് തീർത്തിട്ട് വരുന്ന ആൾക്കാരുണ്ട്. വേറെ ഒന്നും കഴിക്കാതെ ഫസ്റ്റിലത്തെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് സ്റ്റാർട്ടറോ കാര്യങ്ങളോ മാത്രം കഴിച്ചിട്ട് പോരുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ അപ്പവും കറിയോ കഴിച്ചു, അല്ലെങ്കിൽ ബ്രെഡോ അത് മാത്രം കഴിച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലരുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ചിലര് ഈ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴേക്കും കുറെ സാധനങ്ങൾ രണ്ടാമത് പോയി വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എല്ലാം വാങ്ങിക്കും. അപ്പൊ കുറെ വേസ്റ്റ് ആയി പോകുന്നു. അപ്പൊ കുറെ പേർക്ക് ഭക്ഷണം കിട്ടാതെ വരും ബൊഫേ സിസ്റ്റം ആകുമ്പോൾ. കുറെ പേർക്ക് ഭക്ഷണം അങ്ങ് വേസ്റ്റ് ആയി പോകുന്ന അവസ്ഥ, കഴിക്കാൻ പറ്റാണ്ട്. പിന്നെ രണ്ടാമതൊന്ന് വാങ്ങിക്കാൻ പോണേ പലർക്കും വലിയ നീണ്ട ക്യൂ ഒക്കെ ആയിരിക്കും. അവിടെ പോയി കഴിഞ്ഞ് മതിയപ്പോ ഇരിക്കാൻ സീറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ തന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് കാണുമായിരിക്കും, അതിലൊക്കെ ഫുൾ ആൾക്കാരായിരിക്കും. പിന്നെ അവിടെ കുറെ കസേരയൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും അടുക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്തിട്ട് എവിടെങ്കിലും ഇരുന്ന് എന്തെങ്കിലും കാണിച്ച് വാരി വലിച്ച് ഇച്ചിരിയൊക്കെ കഴിച്ചിട്ടായിരിക്കും പോരുന്നത്. അപ്പോൾ ആൾക്കാർ ഈ സദ്യ കഴിക്കുന്ന ഉപരിയായിട്ട്
ആ ഫംഗ്ഷനിൽ നിന്ന് അവരെ വീട്ടുകാരെ ഒന്ന് കണ്ടു ജസ്റ്റ് ഹായ് പറഞ്ഞിട്ട് പോരുന്നു. ഇനി എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഫാനോ കാറ്റോ ഒന്നും കാണത്തില്ല. അപ്പൊ ഇതൊരു പ്രശ്നമാണ് ശരിക്കും പറയാം ബൊഫേ സിസ്റ്റത്തിൽ. മറ്റേ പണ്ട് നമ്മുടെ സദ്യ പ്രോപ്പർ സീറ്റിങ്ങിൽ ആൾക്കാർ ഇരുന്നിട്ട് 1 by 1 ആയിട്ട് വിളമ്പി തരുമ്പോൾ നമുക്ക് വളരെ കംഫർട്ട് സോണിൽ ഇരുന്ന് നമ്മൾ കഴിക്കുന്നു, ഒരു നിറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബൊഫേ സിസ്റ്റം വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചായിരിക്കും അവിടുത്തെ എല്ലാവരും പോയി ഫുള്ള് ഇപ്പൊ 500 പേരെ വിളിച്ച ആൾ ഇതാണെങ്കിൽ 500 പേര് ഒരേ ടൈമിലായിരിക്കും കഴിച്ചും ഒക്കെ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഭക്ഷണം എന്ന് പറയുന്ന സാധനത്തിന് എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും എത്ര രുചി ഉണ്ടെങ്കിലും നമുക്കത് തരുന്നത്, നമുക്ക് ഒരു സാധനം സെർവ് ചെയ്യുന്നത്, അതിന്റെ അറ്റ്മോസ്ഫിയർ, നമ്മൾ ഇരുന്ന് കഴിക്കുന്നതനുസരിച്ച് അതിന്റെ ടേസ്റ്റുകൾക്ക് മാറ്റമുണ്ട്. എത്ര നല്ല ഫുഡ് നമുക്ക് ഒരു മോശം അറ്റ്മോസ്ഫിയറിൽ നമുക്ക് തന്നാൽ നമുക്ക് അതിനൊരിക്കലും ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അതേസമയം അത്ര രുചികരമല്ലാത്ത സാധനമാണെങ്കിൽ പോലും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് നല്ലൊരു പ്രസന്റേഷനിലൂടെ കൂടി നമുക്കത് തന്ന് നമ്മൾ വളരെ കംഫർട്ടായിട്ട് നമ്മൾ ഇരുന്ന് കഴിക്കുമ്പോൾ അതിന് കിട്ടുന്ന സംതൃപ്തി, നിറവ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബൊഫേ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമ്മളുടെ പാരമ്പര്യം അല്ലെങ്കിൽ നമ്മുടെ പൈതൃകം, നമ്മുടെ പഴയകാല കൂട്ടായ്മകള്, കുറേ കാര്യങ്ങൾ മിസ് ചെയ്തു പോകുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ബൊഫേ സിസ്റ്റത്തിനോട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? പലപ്പോഴും എന്നോട് അമ്മ പറയാറുണ്ട്, എന്റെ ദൈവമേ എനിക്ക് അതിന് പോകാനായിട്ട് താല്പര്യമില്ല, കാരണം നമ്മൾ ഈ തർമ്മക്കാരെ പോലെ, സത്യ അമ്മ പറയുന്ന ഭാഷ ഇതാട്ടോ കേട്ടോ, നമ്മൾ ഈ തർമ്മക്കാരെ പോലെ പ്ലേറ്റും പിടിച്ചിട്ട് അവിടെ പോയി നിൽക്കണം, ഇച്ചിരി കഴിച്ച് എന്തെങ്കിലും വാങ്ങിച്ചില്ല ലേശം ആദ്യത്തെ ഒരു എന്തെങ്കിലും ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വാങ്ങിക്കണം. ഇപ്പൊ ബ്രെഡ്, ചിലപ്പോൾ അപ്പോ, അങ്ങനെ എന്തെങ്കിലും കട്ട്ലറ്റ്, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആദ്യം തന്നെ ഇത് കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത പ്ലേറ്റ്, ഈ തിന്ന പ്ലേറ്റില്ല ഈ എച്ചിലുമായിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് നമ്മൾ അടുത്ത സ്ഥലത്ത് പോയി നിൽക്കണം, ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കണം. പിന്നെ വരുമ്പോൾ നമ്മൾ ഇരുന്ന സീറ്റും കാണത്തില്ല, അവിടെ വേറെ ആൾക്കാർ കയറിയിരിക്കും. ഇങ്ങനെ പല 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 ബുദ്ധിമുട്ടുകൾ ഇന്നത്തെ ഒരു സദ്യകൾക്കും വിരുന്ന് സൽക്കാരങ്ങൾക്കും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം പഴയകാല കൂട്ടായ്മകൾ എന്ന് പറയുന്നത് അതിലൊരു വലിയൊരു നിറവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. ആ ഒരു നിറവിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ ഒരു പക്ഷെ നമ്മുടെ സമൂഹം ഒന്നുകൂടി തിരിച്ചു പോയെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പഴയ ആ ഒരു ഇലസദ്യ ഇന്നും സത്യം പറഞ്ഞാല് ഒരിടത്ത് പോലും ഇലസദ്യകൾ കാണാറില്ല, പണ്ടത്തെ ആ ഇലസദ്യ കാണാറില്ല. കാരണം എനിക്ക് തോന്നുന്നു വളരെ എക്സ്പെൻസീവ് ആയിട്ട് ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കണം, അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു ഇലസദ്യകളുടെ എണ്ണം വളരെ കുറവാണ്. കൂടുതലും ഈ ഒരു നോൺ വെജിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ നമ്മൾ സദ്യ കഴിക്കാൻ പോകുന്നത്, എന്നെ സംബന്ധിച്ച് ഇലസദ്യ കഴിക്കാൻ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ഇലസദ്യ നമുക്ക് നോർമലി പുറത്തൊന്നും പോയാൽ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. നമുക്കൊരു കടയിൽ പോയിട്ടുണ്ടെങ്കിൽ സദ്യ വേണം എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. ഇപ്പൊ പിന്നെ ചില ഹോട്ടൽസിലൊക്കെ ഈ സദ്യ കൊടുക്കുന്ന ഹോട്ടൽസ് ഉണ്ട്, അവിടെ വൻ വിലയാണ് ഈ സദ്യകൾക്ക്, നല്ല ചാർജ് ഉണ്ട് സദ്യകൾക്ക്. അപ്പൊ ഈ കല്യാണത്തിനൊക്കെ നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് ഇലസദ്യ കിട്ടുന്നത്, അതൊരു വലിയ സംഭവമായിരുന്നു. പക്ഷെ നമ്മൾ ഈ കഴിക്കുന്ന ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ നമുക്ക് എവിടെ പോയാലും എപ്പോഴും കിട്ടും. കാരണം നമ്മുടെ റെഗുലർ ലൈഫിൽ പലപ്പോഴും എല്ലാവരും റെഗുലർ ആയിട്ട് കഴിക്കുന്ന സാധനമാണ് ഈ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ. അപ്പൊ ഈ സദ്യക്ക് നമ്മൾ ഇത് തന്നെ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു പുതുമയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതേസമയം ഇത്തരം സദ്യകൾ, പപ്പടം, പഴം, പായസം ഒക്കെ കൂട്ടി പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു 2 തരം പായസം, 3 തരം പായസം, 4 തരം പായസം ഒക്കെ വിളമ്പണ സദ്യകൾ, അതൊക്കെയാണ് ഓരോ സദ്യകളുടെ വലിപ്പം നിശ്ചയിക്കുന്നത്, വിഭവങ്ങളുടെ എണ്ണങ്ങൾ അനുസരിച്ചൊക്കെയാണ് നിശ്ചയിക്കുന്നത്. പിന്നെ ഈ സദ്യയെ പറ്റി പറയുമ്പോൾ ഞാൻ കാര്യമുണ്ട്, പണ്ടത്തെ കല്യാണത്തിനൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ വധുവരന്മാർക്കൊക്കെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോകുമല്ലോ, അന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പാത്രങ്ങള്, സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പൊതിഞ്ഞ് ഇങ്ങനെ പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞാണല്ലോ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടു കൊടുക്കുന്നത്. അപ്പൊ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ ഒരു വലിയ തളികയ്ക്കകത്ത് നിറച്ച് ഇങ്ങനെ ചെറുനാരങ്ങ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ ബഡ്സ് പോലത്തെ ഒരു സാധനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അതിൻ്റെ അകത്ത് ഇങ്ങനെ കളർ പേപ്പർ ഇങ്ങനെ ചുറ്റിയിട്ട്, ഒരു മജന്ത കളർ പേപ്പർ ചുറ്റിയിട്ട് അതിൻ്റെ അകത്ത് ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ കളർ ഒരു റിബൺ പോലത്തെ സാധനമൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ അകത്ത് പനിനീര്, ഒരു സ്പ്രേ പോലത്തെ സാധനമൊക്കെ അടിച്ചിട്ട് ഒരു സംഭവം, ജാസ്മിന്റെ ഒക്കെ സ്മെല്ലുള്ള. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് തരും. നമ്മളിത് കൊണ്ട് കൊടുക്കുമ്പോൾ അവര് നമുക്ക് മറുപടിയായിട്ട്, നമുക്ക് പകരമായിട്ട് നമുക്ക് ഈ നാരങ്ങയും ഈ ഒരു സാധനവും കൂടെ ഒക്കെ ഇവര് നമുക്ക് എടുത്തു തരും. ആ സംഭവമൊക്കെ, ആ സിസ്റ്റം ഒന്നും ഇപ്പൊ സത്യം പറഞ്ഞാൽ കാണാനേ ഇല്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇത് ഓർക്കാറുണ്ട് എന്ന് പറയുന്നുണ്ടോ പണ്ട് കാലത്ത്? പിന്നെ പണ്ട് കാലത്ത് സദ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പണ്ടൊക്കെ നമ്മൾ പന്തലിടുന്നതിന് തന്നെ ഒത്തിരി കാര്യം ഉണ്ടായിരുന്നു. പന്തലിടുന്നൊക്കെ കുറെ ദിവസം മുമ്പ് തന്നെ ഇതിനൊന്നും ചാർജ് ഒന്നുമില്ല, നാട്ടുകാരും അല്ലെങ്കിൽ ബന്ധുക്കളും ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നത്. പന്തലൊക്കെ ഇടുമ്പോഴത്തേക്കും പണ്ടൊക്കെ ഈ സാരിയൊക്കെ വെച്ച് മറയ്ക്കുമായിരുന്നു സൈഡൊക്കെ അല്ലെ. പിന്നെ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ പിള്ളേരുടെയൊക്കെ വലിയൊരു സെറ്റ് ഉണ്ടായിരുന്നു ഡെക്കറേഷൻ ചെയ്യാനായിട്ട്. നമ്മുടെ ക്രേപ്പ് പേപ്പർ, ചൈന പേപ്പർ, അങ്ങനത്തെ പല പല പേപ്പറുകളൊക്കെ ആയിട്ട് മുകളൊക്കെ വൈറ്റ് ഇട്ടിട്ട് അവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്യും, ഇങ്ങനെ പേപ്പറൊക്കെ കുത്തി. അത് കാണാനായിട്ട് ഈ കല്യാണത്തിന് എങ്ങനെയാണ്, ആ കല്യാണത്തിന് എങ്ങനെയാണെന്നൊക്കെ നോക്കി ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു നമ്മളൊക്കെ.
അപ്പൊ എന്റെ കുഞ്ഞിലൊക്കെ ഞാനൊക്കെ പോകുമ്പോഴത്തേക്ക് ഡെക്കറേഷൻ കാണാനായിട്ട് ഇവിടെ നല്ല സംഭവം ഇങ്ങനെ ഓരോരോ ഇങ്ങനെ കുടം പോലെയും അതും ഇതും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും, പേപ്പറും കൊണ്ടൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കും ഇങ്ങനെ ആൾക്കാര്. പിന്നെ അങ്ങനെ കുറെ സാധനങ്ങൾ. പിന്നെ കല്യാണ മണ്ഡപം, അതിനേക്കാൾ രസം വാഴപ്പിണ്ടി കൊണ്ടോ അങ്ങനെ പല പല സാധനങ്ങൾ വെച്ച് കല്യാണ മണ്ഡപങ്ങൾ സെറ്റ് ചെയ്യുക. ഇന്നിപ്പോ സ്റ്റേജിലാണല്ലോ പരിപാടി നടക്കുന്നത്, സ്റ്റേജിലാകുമ്പോഴത്തെ വേറെ ഒരു സെറ്റപ്പിൽ. അന്നത്തെ ആ ഒരു സിസ്റ്റവും സ്റ്റൈലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ്. പിന്നെ ചിലയിടത്ത് കല്യാണം നടക്കുമ്പോൾ ഓല വെച്ച് മറയ്ക്കണ സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ ഈ നമ്മുടെ ഇവിടെയൊക്കെ ഈ ഇതുണ്ടല്ലോ, ഒരു ഓല പോലത്തെ ഒരു സാധനമുണ്ട്, അതായത് പൈനല്ല, അങ്ങനത്തെ ഒരു ഇലയുണ്ട്, അതിന്റെ പേര് ഞാൻ മറന്നു പോയിട്ട്, ഒരു സൈസ് പന. ആ പനയുടെ കുഞ്ഞൊരു ഓലയുണ്ട്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ. ആ ഓല വെച്ചിട്ട് ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ മറച്ച് മറച്ച് വെക്കും, പല രീതിയിൽ സൈഡ് ഇങ്ങനെ ഇത്ര അര പൊക്കത്തിൽ ഇങ്ങനെ സൈഡ് മറച്ച് അങ്ങനെയൊക്കെയാണ് ഷീറ്റൊക്കെ ഇട്ട്. രസമാണ് വിളമ്പാനായിട്ട്. ഇന്നത്തെ പോലെ കാറ്ററിംഗുകാരെ യൂണിഫോം ആയിട്ട് കാറ്ററിംഗുകാരായിട്ടൊന്നുമില്ല, നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരെ ബന്ധുക്കളൊക്കെയാണ് വിളമ്പാനായിട്ട്, ഓരോന്ന് വിളമ്പാനായിട്ട്. കലവറയിൽ നിന്ന് സാധനങ്ങൾ എടുത്തു തരുന്നു, കലവറ ഇതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തായിരിക്കും. അങ്ങനെ എന്തൊക്കെയായിരുന്നു സത്യം പറഞ്ഞാൽ കല്യാണവും സദ്യകളൊക്കെ നടക്കുമ്പോൾ നടന്നുകൊണ്ടിരുന്നത്. ഒരു ഭക്ഷണത്തിന്റെ ഒരു ഫുഡിന്റെ ഒരു മേളമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ ഉണ്ടായിരുന്നത്. ശരിക്കും ആ ഒരു സംഭവം ഒന്നും ഇന്ന് നമ്മുടെ നാട്ടിലെങ്ങും കാണാനായിട്ട് എനിക്കില്ല. എവിടെയെങ്കിലുമൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇനി ഒരു കല്യാണമൊക്കെ നടക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ ആ പഴയ ട്രഡീഷണൽ സ്റ്റൈൽ, ആ ഓലയൊക്കെ വെച്ച് കെട്ടി ഉള്ള ആ ഒരു പണ്ടത്തെ സെറ്റപ്പില് ശരിക്കും പറഞ്ഞ ഒരു കല്യാണവും സദ്യയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അടിപൊളി വെറൈറ്റി ആയിരിക്കും കേട്ടോ. ഒരു 80കളിലെയും 70കളിലെയൊക്കെ സ്റ്റൈലിലുള്ള ഒരു കല്യാണ സദ്യയും ഒരു കല്യാണ സെറ്റപ്പും ഒക്കെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റപ്പ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷനിലുള്ള പിള്ളേരുണ്ടല്ലോ, അവരെ സംബന്ധിച്ച് അവർക്ക് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഇപ്പൊ കഴിഞ്ഞു പോയ ജനറേഷനിലെ ആൾക്കാരെക്കാൾ കുറേയും കൂടെ ഫ്രണ്ട്ഷിപ്പിനും അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് കുറേയും കൂടെ പ്രാധാന്യം ഇന്നത്തെ ജനറേഷനിലുള്ള പിള്ളേർ, ഇപ്പൊ വരുന്ന പിള്ളേർക്ക്, ജനറേഷനിലുള്ള പിള്ളേർക്കുണ്ട്. അവരൊരു പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് അവർ വെറൈറ്റികൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഒരു പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റികൾ സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഈ നാരങ്ങയും ആ ബഡ്സ് പോലത്തെ സാധനത്തിനകത്ത് കുറേ മണമുള്ള സാധനമില്ലേ, അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര രസമാണ്. അതൊക്കെ അങ്ങനെ എന്തൊക്കെയാണ് കല്യാണത്തിന്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് കല്യാണത്തിന് ഇങ്ങനത്തെ വിശേഷങ്ങൾ, ഓർമ്മകൾ, മെമ്മറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യണം കേട്ടോ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്ക് സത്യം പറയാം, എനിക്ക് നോൺ വെജ് സദ്യക്ക് പോകാനായിട്ട് ഒട്ടും ഇഷ്ടമല്ല. ബിരിയാണി, ഫ്രൈഡ് റൈസ് ഇത് കഴിക്കാനായിട്ട് നമുക്ക് ഏത് ഹോട്ടലിൽ പോയാലും പൈസ കൊടുത്ത് ഇത് കഴിക്കാൻ പാടില്ല. പക്ഷെങ്കിൽ നമുക്ക് സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സദ്യ അല്ലെ. അപ്പൊ എല്ലാവർക്കും ഈ ബൊഫേ സിസ്റ്റം ഭയങ്കര അരോചകമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇഷ്ടമാണെന്ന് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾക്ക് പഴയ സദ്യ തന്നെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പൊ ബൊഫേ സിസ്റ്റത്തിന്റെ ആ ഒരു വിഷമങ്ങളും അതിന്റെ ഒരു അവസ്ഥയൊക്കെ പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നത്. ഇതിലൂടെ ഈ ബൊഫേ സിസ്റ്റത്തിലൂടെ നമ്മളുടെ കുറെ കൂട്ടായ്മകളും നമ്മളുടെ കുറെ വാല്യൂസും നമ്മുടെ സമൂഹത്തിലെ കുറെ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമ്മൾ ഇന്ന് ലഹരി, അത് ഇത് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഒരു പക്ഷേങ്കില് ഈ കൂട്ടായ്മകളൊക്കെ ഈ കുടുംബക്കാരും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു കൂട്ടായ്മയിലേക്കൊക്കെ വരുമ്പോൾ ആ ഒരു സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ 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 കാര്യങ്ങളായിട്ടാണ് അച്ഛനും അമ്മമാരും നമ്മുടെ സിസ്റ്റേഴ്സും ആൾക്കാരും എല്ലാം ചേർന്നിട്ടുള്ളത്. എൻ്റെ മദർ പലപ്പോഴും പറയാറുണ്ട്, അമ്മയും അമ്മയുടെ കുറെ ഫ്രണ്ട്സും ആൾക്കാരും സിസ്റ്റർമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയൊരു ഫാമിലിയാണ്, ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ എല്ലാ പരിപാടി നടത്തുമ്പോൾ അവിടുത്തെ മെയിൻ ഷെഫ് കുക്കുമാരല്ല കേട്ടോ, കുക്കുമാർ വേറെ ഉണ്ട് കേട്ടോ. ഇവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തു കൊടുക്കാനൊക്കെ ആയിട്ട് അമ്മയൊക്കെ ഇങ്ങനെ പോവാറുണ്ട്. അതിങ്ങനെ പൈസക്ക് അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവരൊക്കെ വരും, ഇവരുടെ അടുത്ത വീട്ടിൽ വരുമ്പോൾ ഇവരെല്ലാവരും പോകും. അങ്ങനെ എല്ലാവരും അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്ത് അങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടിട്ടാണ് പല റെസിപ്പീസും ഫുഡും ഒക്കെ. അമ്മയ്ക്ക് സദ്യയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാനായിട്ടുള്ള ഇത് അങ്ങനെയാണ്. പിന്നെ എൻ്റെ അമ്മാവന്മാര് എല്ലാവരും തന്നെ ഈ ദഹനക്കാരാണ്. വേറെ ജോലിയുണ്ട്, കൃഷി പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാവരും ഇങ്ങനെ ദഹനം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അമ്മയ്ക്കും ഒക്കെ അങ്ങനെയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു +2 ഒക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്കൊരു ഷെഫ് ആവണം, അല്ലെങ്കിൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷേ എനിക്ക് അതിനൊന്നും പോകാൻ പറ്റിയില്ല. ചില കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ വഴി മാറിപ്പോയി എന്താണേലും. അപ്പം പഴയ കാലത്തിലേക്ക് നിങ്ങളും ഒന്ന് ഓർക്കുക, നിങ്ങളുടെ പഴയ അനുഭവങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ബൊഫേ സിസ്റ്റം
ദയവ് ചെയ്ത് മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. പുതിയ രീതിയിൽ ഇതുപോലെ ആൾക്കാരെ ഒന്ന് ഇരുത്തിയിട്ട് മാന്യമായിട്ട് അവർക്ക് വിളമ്പി കൊടുക്കുക. അതിഥി ദേവോ ഭവ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതിഥി ഒന്ന് ആഗ്രഹിക്കാൻ അവർക്ക് സംതൃപ്തിയോടുകൂടി മനസ്സറിഞ്ഞ് ഭക്ഷണം കൊടുത്ത് അവർ മനസ്സമാധാനത്തോടുകൂടി ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും മാറാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ശുഭദിനം.